ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മലബാറിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ചെമ്മീൻ ചോറാണ്. നേരത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ക്വിക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 1 pot റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബോൾ എടുത്ത് അതിലേക്ക് ഒരു 10-15 പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/2 നാരങ്ങയുടെ നീരും ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം ഒരു കടായോ ഒരു പാനോ എടുത്ത് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പ്രോൺസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പ്രോൺസ് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു കടായി എടുത്ത് അത് സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ സവാളയും, 1 ടീസ്പൂൺ ഇഞ്ചിയും, 1 ടീസ്പൂൺ വെളുത്തുള്ളിയും, 1 പച്ചമുളകും, 1 ഏലക്കയും 2 ഗ്രാമ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ച് തക്കാളിയൊക്കെ വെന്തുടയുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച കൈമ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൈമ റൈസോ ജീരകശാല റൈസോ ബസ്മതി റൈസോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഈ അരി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഇരട്ടിയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഗരം മസാലയും ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിന് നമുക്കൊരു മൂടി വെച്ച് അടച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കുക. അതായത് വെള്ളമൊക്കെ വറ്റുന്നിടം വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങയും ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ചോറിനോട് കഴിക്കാൻ പറ്റിയൊരു മിൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3/4 കപ്പ് തേങ്ങയും 10 മിൻറ്റ് ലീവ്സും കുറച്ച് മല്ലിയിലയും 1 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് എല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. അപ്പം നമ്മുടെ മിൻ ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറും മിൻ ചട്നിയും സാലഡും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള, ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1 pot റൈസാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.